Having a legacy for success is not an easy thing to achieve. You can be successful, but being successful for a very, very, very long time is something very, very difficult to achieve. A very popular brand name among the common man in this region, this name is synonym with trust and value. Ladies and gentlemen, today we are having the privilege of inviting one of the most trusted brands, one of the most widest brands that has a very, very big and long legacy to claim. We would like to now invite the senior management of Al Madina Group. We have the managing director of the Madina Group, Mr. Abdullah Poil. Mr. Abdullah Poil. Innovative ideas were an innate trait since his childhood. Inspired by his family's business ventures, Mr. Abdullah Poil always envisioned becoming a successful entrepreneur. He landed in the UAE as any other job seeker. Today, he is the managing director of Al Madina Group. They have over 50 outlets in Dubai and many more across the other Emirates. Apart from this, his vision has extended to other ventures such as Tech Orbit, Click On Electronics, Oasis Bakery, and jewelry outlets across the UAE. Mr. Abdullah Poil believes that an ethical attitude towards duty and a compassionate heart towards the society are precious in life. Discipline and honesty are two key indicators of success for Mr. Abdullah Poil. Gulf Madhimam proudly welcomes Mr. Abdullah Poil to this magnificent commercial cultural event of Come On Kerala 2019 Business Conclave. Joining him on stage is Mr. Salim Ahmed, the director of the Madina Group. Ladies and gentlemen, Mr. Salim Ahmed. We also have Mr. Muhammad Ali, the assistant general manager for Madina Group, on stage. Well, gentlemen, when we were speaking about legacy, something that we all would be interested to hear is about how and from where did you start and what have you been? Assalamu alaikum wa rahmatullah. മുഴുവൻ മലയാളി സുഹൃത്തുക്കൾക്കും ഒരു നമസ്കാരം. മദീന ഗ്രൂപ്പ് നിങ്ങളെ ഒരുപാട് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇത് നിങ്ങളെ ഇവിടുത്തെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും എസ്പെഷ്യലി ഇന്ത്യൻസ്, അതിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറാൻ ഞങ്ങൾ ഏകദേശം ഒരു 50ഓളം വർഷമായി UAE പ്രവർത്തനം ആരംഭിച്ചിട്ട് ഈ 50 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് മദീന ഗ്രൂപ്പിനുള്ളത്. പിന്നെ മദീന ഗ്രൂപ്പ് അതിൻ്റെ പ്രയാണം കൂടുതൽ ശക്തിയോടുകൂടി തുടർന്നുകൊണ്ടിരിക്കുന്നു. കൺവീനിയൻറ്റ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരുപക്ഷെ UAE തന്നെ ലോഞ്ച് ചെയ്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, നിങ്ങൾ 50 വർഷം എന്ന് പറഞ്ഞതുകൊണ്ട് 50 വർഷം മുൻപ് മുതലേ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തൊരു കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഓർത്തെടുക്കാൻ കഴിയും? യഥാർത്ഥത്തിൽ ഒരു 50 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പഴയ ജനറേഷനാണത്. അത് അത്രത്തോളം ആധികാരികമായി ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിലും തീർച്ചയായും ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ 1-2 ഗ്രൂപ്പുകളിൽ തീർച്ചയായും ഒന്ന് ഞങ്ങൾ തന്നെയായിരിക്കും, അതിൽ സംശയമില്ല. എന്തായിരുന്നു മിസ്റ്റർ സലീം അതിൻ്റെ ആ കോൺസെപ്റ്റ് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു കുടക്കീഴിൽ സാധനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ആ കൺസെപ്റ്റിൻ്റെ തന്നെ ഒരു അടിസ്ഥാനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു റീറ്റെയിലിംഗ് കൺസെപ്റ്റായിരുന്നു അത് ദുബായിയുടെ അല്ല UAEയുടെ ആ ഒരു തുടക്കത്തോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആ പൈനീഴ്സിൽ ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള റിസോഴ്സുകളും ഒരുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അത് വിജയിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ ഈ 50 വർഷങ്ങൾക്കിപ്പുറം ഇത്രയും യുവാക്കളായിട്ട് ഇവിടെ ഇരിക്കാൻ നമുക്ക് പറ്റുന്നത്. ഒരു പക്ഷേ ഗ്രോസറി കോൺസെപ്റ്റിൽ നിന്നും സൂപ്പർ മാർക്കറ്റിലേക്കും പിന്നീട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഹൈപ്പർ മാർക്കറ്റിലേക്കും കൺസ്യൂമറിൻ്റെ ചിന്താഗതി മാറിയ ഒരു സമയത്താണ് മദീന പോലത്തെ ഒരു സക്സസ്ഫുൾ ലെഗസി ഇവിടെ നിലനിൽക്കുന്നത്.
ആ ഒരു ചലഞ്ചിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾ എന്ത് സ്ട്രാറ്റജിയാണ്, എങ്ങനെയാണ് നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്? ശരിക്കും മാർക്കറ്റിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഗ്രോസറി ആണോ, ചെറിയ കൺവീനിയൻസ് സ്റ്റോറാണോ, അതോ സൂപ്പർ മാർക്കറ്റാണോ, ഹൈപ്പർ മാർക്കറ്റാണോ എന്ന തരത്തിൽ അതിനെ നമ്മൾ സെഗ്മെൻറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ ഒരു പൊട്ടൻഷ്യൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും അവിടെ ആവശ്യമാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവൈലബിൾ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റോറുകളെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന നല്ല എക്സ്പേർട്ടീസ് ഉള്ള ഒരു ടീം നമ്മളുടെ കൂടെ ഉണ്ട്. അവർ കൃത്യമായിട്ട് ഏരിയകളെ കാണുകയും അനലൈസ് ചെയ്യുകയും അവിടുത്തെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവിടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യും. അത് നമ്മൾ ലൊക്കേഷൻ്റെ സിഗ്നിഫിക്കൻസിനനുസരിച്ചിട്ട് അത് ചിലപ്പോൾ ഗ്രോസറി ആവാം, ചിലപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് ആവാം. കാരണം ഒരു എക്സ്ട്രീം ഏരിയകളിലേക്ക് സ്വിങ് ചെയ്യുന്ന ഒരു എക്സ്ട്രീം പ്രൊഫഷണൽസും നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒരു പക്ഷേ മദീന എന്ന് പറയുമ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സ് ആയിരിക്കാം ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വിസിബിൾ ആയിട്ട് കാണുന്നത്. അതല്ലാത്ത ബിസിനസ് ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ് മദീന ഗ്രൂപ്പിനുള്ളത്? മദീന ഗ്രൂപ്പ് നമ്മൾ കമ്മ്യൂണിറ്റി ഷോപ്പിംഗ് സെൻറ്റേഴ്സ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ലൊക്കേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അൽക്കൂസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു അൽക്കൂസ് മാൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 360 ഡിഗ്രി സർവീസാണ്. ഒരു ആൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഏരിയയും മീറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ നോർമൽ ഫോർമാലിറ്റീസ് മുതൽ ബൈയിങ് ഫോർമാലിറ്റീസ് വരെ, കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് സർവീസുകൾ മുതൽ സൂപ്പർ മാർക്കറ്റ് മുതൽ മറ്റ് മണി എക്സ്ചേഞ്ച് പോലുള്ള എല്ലാ സർവീസുകളും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജബലലിയിൽ നമ്മളൊരു ജബലലി മാൾ, അതും ഒരു കമ്മ്യൂണിറ്റി ഷോപ്പിംഗ് സെൻ്ററാണ്. ഇതുപോലെ ഏരിയകൾക്ക് ഏരിയയുടെ പേര് നൽകിക്കൊണ്ട് അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയെ കൂടെ നിന്ന് നമ്മൾ അങ്ങനെയുള്ള സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ക്ലിക്കോൺ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. GCCയിൽ നമ്മൾ ആ ഒരു ബ്രാൻഡ് എല്ലാ മോഡേൺ ട്രേഡ് ഔട്ട്ലെറ്റുകളും ഇപ്പം അവൈലബിൾ ആണ്. GCCയിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇലക്ട്രോണിക്സ് ബ്രാൻഡാണിത്. ഈ വർഷം നമ്മൾ 6 കൺട്രിയിലേക്ക് കൂടി അതിൻ്റെ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കെനിയ, താൻസാനിയ, ഉഗാണ്ട, DR കോങ്കോ, ഇറാഖ് ആൻഡ് ശ്രീലങ്ക. ഓക്കെ. അപ്പം അത് ഒരു വലിയൊരു ഏരിയ ആണ്. പിന്നെ അതുകൂടാതെ ടെക്കോർബിറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഡിവിഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ടെക്നോളജി ഡിവിഷനാണ് ഇവിടെ നിങ്ങൾ ഇന്ന് ഫോണിൽ സംസാരിക്കുമ്പോൾ പ്രീപെയ്ഡ് കാർഡ് നിങ്ങൾ ഫോണിലേക്ക് റീചാർജ് ചെയ്യുമ്പോൾ UAE മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ ടോക്ക് ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത്തിസലാത്തിൻ്റെ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മൾ. അതുകൂടാതെ നമുക്ക് ഒരു 50-ൽ കൂടുതൽ മൊബൈൽ ഷോപ്പുകൾ തന്നെ, മൊബൈൽ ആൻഡ് ടെക്നോളജി ഷോപ്പുകൾ നമുക്കുണ്ട്. ഓൺ സോഫ്റ്റ്വെയർ ഡിവിഷനുണ്ട് അതിൻ്റെ അണ്ടറിലായിട്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് അതിൻ്റെ അണ്ടറിൽ വരുന്ന ലൈഫ് ആൻഡ് റിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ട്രാവലർ, ഹോംവേ, ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ. ആ ബ്രാൻഡുകൾ ഇന്ന് വളരെയധികം നല്ല രീതിയിൽ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ അഗ്രസീവ് ഗ്രോത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ നമുക്ക് FSSC 22000 സർട്ടിഫിക്കേഷനുള്ള ഒരു ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ബേക്കറി ഒയാസിസ് കുസിൻ എന്നുള്ള പേരിൽ UAEയിൽ ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഫങ്ഷണലാണ്. ഫേമസ് ആയിരിക്കുന്ന കുറേ ബ്രാൻഡുകൾ, വലിയ വലിയ ഇവിടുത്തെ മോഡേൺ ട്രേഡും സൂപ്പർ മാർക്കറ്റും ഗ്രോസറി മുതൽ എല്ലാ ഏരിയയും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള റോയൽ ബ്രെഡ് കിങ്, ഫ്രഷ് ഫ്രം ദുബായ് എന്നിങ്ങനെയുള്ള ബ്രാൻഡുകളും നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ഹോട്ട് മീൽസ് മുതൽ ലോങ് ഡേറ്റഡ് പ്രൊഡക്റ്റുകൾ വരെ നമ്മളവിടെ ഉണ്ടാക്കും. പല സെഗ്മെൻറ്റിൽ പലതരം ബ്രാൻഡ് നെയിംസ് കൊണ്ട് നടക്കുന്ന ആ ഒരു സ്ട്രാറ്റജി, അത് ഒരുപക്ഷെ മദീന എന്ന് പറയുന്ന ആ ബ്രാൻഡിനോടുള്ള ലെഗസി അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പല പ്രൊഡക്ട്സിന് പല ബ്രാൻഡ് നെയിംസിൻ്റെ ലോജിക്ക് ഫോളോ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് പറയാൻ കഴിയും? സൂപ്പർ മാർക്കറ്റിലാണോ അതോ മറ്റ് അല്ലാണ്ട് തന്നെ? കാരണം മദീന എന്ന് പറയുന്നത് വളരെ പോപ്പുലറായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ബ്രാൻഡാണ്. അതേസമയം തീർച്ചയായിട്ടും ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം അത് റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ വെറും മദീന മാത്രമല്ലല്ലോ, എല്ലാ റീറ്റെയിലേഴ്സിനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റുള്ളവരുടെയും കൂടി ബിസിനസ് ഗ്രാബ് ചെയ്യുക എന്നുള്ള രൂപത്തിലാണ് ബ്രാൻഡിൽ ഞങ്ങൾ പുതിയ ബ്രാൻഡ് നെയിമിലേക്ക് പോയിരിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ കൂടെയുള്ള ടീം പറഞ്ഞിരുന്നു, എങ്ങനെയാണ്, ഹൗ ഡു യു മാനേജ് ആ ടീമിനെ? നിങ്ങൾ ഇത്രയും 50 വർഷം കൊണ്ട് നിലനിന്ന് പോയിട്ടുള്ള ഒരു ബിസിനസ്സിന് ആ ടീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ഡു യു മാനേജ് യുവർ ടീം? നമ്മൾ സാധാരണയായിട്ട് പ്രൊഫഷണലി നമ്മൾ പറയും വി നീഡ് റൈറ്റ് പീപ്പിൾ.
ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്കറിയാം, എനിക്ക് തോന്നുന്നത് UAE തന്നെ ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ചെയർമാൻ, ഒരു മാനേജിങ് ഡയറക്ടർ അബ്ദുള്ള എന്ന് പറയുന്നത് മദീനയുടെ മാനേജിങ് ഡയറക്ടറും അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള ഡിവിഷൻ്റെ ചെയർമാനുമാണ്. മറ്റുള്ള ഡിവിഷനിൽ ഇപ്പം നമുക്ക് അൽഹിന്ദ് ജ്വല്ലറി ഉണ്ട്, വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഡിവിഷൻസ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഹാബിറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വളരെ റൈറ്റായിട്ടുള്ള ഒരു ടീമിനെ നമ്മളുടെ കയ്യിൽ കിട്ടുകയും അവർ പിന്നീട് ബെസ്റ്റായി മാറുകയും പിന്നീട് അവർ ബെസ്റ്റ് ആൻഡ് റൈറ്റായിട്ട് മാറുകയും ചെയ്യാണ്. വളരെ വളരെ ക്ലിയർ ആണ് സ്ട്രാറ്റജി. ബെസ്റ്റ് ആൻഡ് റൈറ്റ് ഈസ് എ ബെസ്റ്റ് കോമ്പിനേഷൻ. ഇത്തരം ഇവൻറ്റുകൾ അല്ലെങ്കിൽ മീഡിയ ഇത് നിങ്ങളെ ബ്രാൻഡിൻ്റെ പ്ലേസ്മെൻറ്റിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? തീർച്ചയായും ഇത്തരം ഇവൻറ്റുകൾ നമ്മുടെ ഡെവലപ്മെൻറ്റിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ഇതിനേക്കാളും നമ്മൾ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ആൾക്കാരുടെ ഒരു വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്. നമ്മൾ പറഞ്ഞു 50 വർഷത്തിനടുത്ത ഈ ഒരു കമ്പനി തലമുറകൾ കൈമാറി വന്നൊരു വിശ്വാസമുണ്ട് ഇതിനകത്ത് നമ്മുടെ സ്റ്റാഫുകളുടെ കൂട്ടത്തിലായി കഴിഞ്ഞാലും കസ്റ്റമേഴ്സിൻ്റെ കൂട്ടത്തിലായി കഴിഞ്ഞാലും പലരുടെ പഴയ ജനറേഷൻ മുതൽ മദീനയെ സെർവ് ചെയ്യുകയോ അല്ലെങ്കിൽ മദീനയിൽ നിന്ന് നമ്മുടെ കസ്റ്റമർ ആയിക്കൊണ്ട് ആ ഒരു വിശ്വാസ്യത നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മീഡിയാസിൻ്റെ സപ്പോർട്ട് ഒരിക്കലും കുറച്ച് കാണുകയല്ല. പ്രിൻ്റഡ് മീഡിയ ആയി കഴിഞ്ഞാലും TV ബാക്കിയുള്ള മീഡിയാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇന്നത്തെ മാർക്കറ്റിന് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ബ്രാൻഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതേപോലുള്ള കമോൺ കേരള പോലുള്ള ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആ പേരിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ നിന്നല്ല കേരളത്തിൽ നിന്നല്ല ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു കമ്പനി ഇതുപോലുള്ള ഒരു ചടങ്ങിൽ എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും നമ്മളൊരു പ്രസൻസ് അവിടെ ഉണ്ടാകണമെന്നും കൂടുതൽ ആൾക്കാരിലേക്ക് ഒരുവിധം മദീന ഗ്രൂപ്പോ അല്ല ആ പേരോ അറിയാത്തവരായിട്ട് വളരെ കുറഞ്ഞ ആൾക്കാരെ കാണത്തുള്ളൂ. എന്നാൽ പോലും നമ്മുടെ ഒരു പ്രസൻസ് ഇവിടെ അത്യാവശ്യമാണെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിട്ടുണ്ട്. ഇത്തരം ഒരു ചടങ്ങിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത മാധ്യമത്തിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. മദീന ഗ്രൂപ്പിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാൻ പറ്റും സാർ? നമ്മൾ ഇപ്പം ഈ വർഷം 2019 everybody saying there is a slowdown. I think other slowdown, it is far better for us to move fast. അപ്പം നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ മുന്നിൽ നമ്മുടെ മാനേജിങ് ഡയറക്ടർ നമ്മുടെ അതർ ഡിവിഷൻസ് ചെയർമാൻ അബ്ദുള്ള പോയിൽ പറഞ്ഞു തരുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം എന്ന് പറയുന്നത് മാർക്കറ്റ് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു റോഡിൽ നിങ്ങൾ എങ്ങനെയാണോ ഡ്രൈവ് ചെയ്യുന്നത് എല്ലാ ദിവസവും നിങ്ങൾ സെയിം വേ അല്ല ഡ്രൈവ് ചെയ്യുന്നത്. ഓരോ ദിവസവും മാറിയിട്ടാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടി, ട്രാഫിക്, കാലാവസ്ഥ, പൊടി, കാറ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം നമുക്ക് അബ്ദുള്ള പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ യു ഹാവ് ടു ഡ്രൈവ് ദാറ്റ് വേ ഹൗ യു ഡ്രൈവ് എവറി ഡേ. ഇറ്റ് ഈസ് നോട്ട് എ സിമിലർ വേ യു ഡ്രൈവ് എസ്റ്റർഡേ. അപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ചടുലമാണ്. മാർക്കറ്റ് ഡൈനാമിസം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഈ വർഷം ഒന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. 5 കമ്മ്യൂണിറ്റി ഷോപ്പിംഗ് സെൻറ്ററും 6 ഹൈപ്പർ മാർക്കറ്റുകളും 2019 ഡിസംബറിനുള്ളിലായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അത് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാം. ആ 5 ഔട്ട്ലെറ്റുകളെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് തോന്നും, എന്നാൽ നമുക്ക് പറയാം, ബർദുബായിൽ മുസല്ല ടവറിൽ 110,000 സ്ക്വയർ ഫീറ്റിൽ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് കം ഷോപ്പിംഗ് സെൻറ്റർ ഒന്ന്. രണ്ടാമത്തത് ജബലലി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മീറാസ് പ്രൊജക്റ്റിൽ 130,000 സ്ക്വയർ ഫീറ്റ് ഷോപ്പിംഗ് മാൾ ഹൈപ്പർ മാർക്കറ്റ്. ദെൻ തേർഡ് വൺ ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റി ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് 130,000 സ്ക്വയർ ഫീറ്റ് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഷോപ്പിംഗ് സെൻറ്റർ. പിന്നെ നമുക്ക് മുഹൈലയിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് വെരി സൂൺ വി ആർ ഗോയിങ് ടു ഓപ്പൺ. ദെൻ വർസാൻ there is a project coming up. That one also we are going to launch this year itself. Already other divisions നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ജ്വല്ലറി അൽഹിന്ദ് ജ്വല്ലറി എന്താണ്, ബാക്ക് ടു കേരള, അൽഹിന്ദ് ഇസ് അവർ ബ്രാൻഡ് നെയിം. ഓൾറെഡി 10ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. വലിയൊരു എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട് അൽഹിന്ദ് ജ്വല്ലറിക്ക്.
ഇപ്പോൾ ഉള്ള സെഗ്മെൻറ്റ് നമുക്ക് വലിയ ഒരു പേര് നൽകിക്കൊണ്ടിരിക്കുകയാണ് ആ ബ്രാൻഡിന്. അപ്പം അതിൽ നമുക്ക് ഈ വർഷം നമ്മൾ ഒരു 6 മുതൽ 7 വരെ ഔട്ട്ലെറ്റുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. പ്രിന്റിംഗ് പ്രസ് ഓപ്പൺ ചെയ്യാൻ. Printing press, we have printing press called Almadina Printing Press. നമ്മൾ അതിൻ്റെ കൂടെ ഒരു പ്രിൻറ്റിംഗ് പ്രസ് കൂടി ഈ വർഷം നമ്മൾ ഏഡ് ചെയ്തു. നാഷണൽ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ പൂർണ്ണമായിട്ടും യൂട്ടിലൈസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. റീസെൻ്റ്ലി നമ്മുടെ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞു. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് മെഷീൻ റീസെൻ്റ്ലി നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ വലിയൊരു ഡെവലപ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും ഓൺട്രപ്രണർ ആയിട്ടുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് താല്പര്യമുള്ള ഒരുപാട് യങ്ങർ ജനറേഷൻ ഉണ്ട്. അബ്ദുള്ള സർ, ഇഫ് യു ക്യാൻ ഒന്ന് ബ്രീഫായിട്ട് അവർക്കൊരു മോട്ടിവേഷണൽ വാക്ക്, ഒരു ഇൻസ്പിറേഷൻ ക്യാൻ യു ഷെയർ? തീർച്ചയായിട്ടും പ്രാർത്ഥന നിർബന്ധമാണ്. നമ്മളെ മനസ്സിൽ നിന്നാണല്ലോ എല്ലാം ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ കൂടെ നമ്മൾ നല്ലൊരു ടീം സെറ്റ് ചെയ്യുക. ഒരു ടീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൂടെ എന്തിനും ഒരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ടീമിനെ മുന്നിൽ കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ ഏതൊരു പ്രോജക്റ്റിലേക്കും, ഒരു ചെറിയ സ്ഥാപനം, ഈവൻ ഒരു നമ്മൾ ചെറിയ കഫ്റ്റീരിയ ആയി കഴിഞ്ഞാലും ഒരു ടീം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ബിസിനസ്സിൻ്റെ. നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷനോട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു വെരി മച്ച്.